പ്രിയപ്പെട്ട ഒരു വചനം വായിക്കട്ടെ. അപ്പോസ്തലപ്രവർത്തനം 13:39 വചനം ഇങ്ങനെ പറയാണ്: സഹോദരൻ, നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാത്ത കാര്യങ്ങളുണ്ട്. സോ മോശയുടെ നിയമം ഇൻകംപ്ലീറ്റ് എന്നാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗമില്ലെന്നാണോ പറയുന്നത്? അല്ല. ശ്രദ്ധിക്കണം, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചും ദ കൗൺസിൽ ഓഫ് ട്രെൻഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ നിയമം തെറ്റാണെന്നോ അല്ലെങ്കിൽ ബാഡാണെന്നോ റോങ് ആണെന്നോ അല്ല പറയുന്നത്, പക്ഷേ റാദർ ഇറ്റ് മീൻസ് ദിസ് ലോ ഈസ് ഇംപെർഫെക്റ്റ്. ഇത് കംപ്ലീറ്റ് അല്ല. എന്തുകൊണ്ടാണ്? ഈ നിയമം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ദൈവം നമുക്ക് തന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് നിയമം. എന്തിനാണ് ഇൻസ്ട്രക്ഷൻസ്? അതായത് എ മിറർ ഓഫ് സിൻ. മനുഷ്യന് അവൻ്റെ പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം നൽകിയതാണ് ഈ കൽപ്പനകൾ. അങ്ങനെ അവന് ദൈവത്തിൻ്റെ ആവശ്യം മനസ്സിലാകും ഈ കൽപ്പനകൾ വഴി. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. പഴയ നിയമം നമ്മൾ നോക്കിയാൽ മോശയുടെ നിയമത്ത് മൃഗങ്ങൾക്ക് ബലി കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം, അല്ലെ? മൃഗങ്ങളെ ബലി കൊടുത്ത് പാപത്തിന് പരിഹാരം ചെയ്യുന്നത് കാണാം. പക്ഷേ അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം അതൊന്നും നമ്മുടെ പാപത്തിൻ്റെ കംപ്ലീറ്റ് പരിഹാരമാകത്തില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് മനുഷ്യൻ തന്നെ കുരിശിൽ പോകണം. അതുകൊണ്ടാണ് ദൈവം ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ട് ഈ കുരിശുമരണം വരെ തന്നെ താഴ്ത്തി സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പാപത്തിൻ്റെ പരിഹാര ബലിയായിട്ട് ക്രിസ്തു കുരിശിൽ മരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയാണ് ശരിക്കും പാപത്തിന് പരിഹാരമാകുന്നത്. അതുകൊണ്ടാണ് മോശയുടെ നിയമം ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയും, എന്നാൽ ക്രിസ്തുവിലേക്ക് ഈ നിയമങ്ങളെല്ലാം വിരൽ ചൂണ്ടി അതിൻ്റെ കംപ്ലീറ്റ്നെസ് ക്രിസ്തുവിൽ കാണുകയും ചെയ്യുന്നത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വചനം കാണാൻ പറ്റും: നിയമമാകട്ടെ മോശ വഴി നൽകപ്പെട്ടു, എന്നാൽ കൃപയും സമാധാനവും യേശു ക്രിസ്തു വഴി. സോ വി ഹാവ് ബീൻ സേവ്ഡ് ബൈ ദ ഗ്രേസ് ഓഫ് ലോഡ്. നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസം വഴിയാണ്. അത് കർത്താവിൻ്റെ കൃപയാലാണത്രേ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.